പിയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബാച്ചിലേഴ്സിനും അധികം പാത്രങ്ങളൊന്നും വേണ്ടാതെ തന്നെ ഒരു കുക്കറിൽ വെച്ചുണ്ടാക്കാവുന്ന ഒരു ബീഫ് കറിയാണ്. അതിന് ഞാൻ എടുക്കുന്നത് 1/2 കിലോ ബീഫാണ്. 1/2 കിലോ ബീഫ് നുറുക്കി, ചിലപ്പോൾ നുറുക്കി കിട്ടും, അല്ലെങ്കിൽ അത് 1/2 കിലോ ബീഫ് എടുത്ത് നുറുക്കി അത് നന്നായിട്ട് കഴുകി എടുക്കുക. കഴുകി നമ്മൾ അത് അതിൻ്റെ വെള്ളമെല്ലാം വാർന്നു പോകാൻ വയ്ക്കുമ്പം വീണ്ടും നമ്മൾ എടുക്കുമ്പോൾ പിന്നെയും അതിൽ രക്തമൊക്കെ കാണും. അപ്പോൾ അതൊന്നുകൂടെ നമ്മൾ ആ കഴുകി വാർത്തെടുത്താൽ മതി. എന്തായാലും ഒരു 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകി അതിൻ്റെ രക്തമൊക്കെ കളഞ്ഞ് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുക 1/2 കിലോ ബീഫ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫിലേക്ക് ഒരു 3 ഇടത്തരം സവാള എടുക്കുന്നുണ്ട്. സവാള ഒത്തിരി ഞാൻ ചേർക്കുന്നില്ല, കാരണം സവാള ഒത്തിരി ചേർത്താൽ മധുരച്ചോവ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതിന് പകരം 3 സവാളയും അത് കഴിഞ്ഞ് ഒരു 10-15 ഉള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 2 കഷ്ണം ഇടത്തരം വലുപ്പമുള്ള ഒരു 1/2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയുടെ കഷ്ണം, പിന്നെ ഒരു 5-8 വെളുത്തുള്ളി. ഇപ്പോൾ മുഴുത്ത ഉള്ളിയല്ലേ കിട്ടുന്നത്, അപ്പോൾ അതനുസരിച്ച് ഇടത്തരം വലുപ്പമുള്ളതാണെങ്കിൽ ഒരു 5-8 എണ്ണം, വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 4-5 എണ്ണം ഇഷ്ടിച്ച് മതി. നല്ല മൂത്ത തേങ്ങയുടെ ഒരു 3-4 കഷ്ണം തേങ്ങാക്കൊത്തും എടുക്കണം. അപ്പം അതെടുത്ത് സ്ലൈസായിട്ട് അത് നുറുക്കിയതും കുറച്ചെടുക്കുക. ഒത്തിരി വേണ്ട, അതും ഈ പറഞ്ഞ പോലെ മധുരം വരാൻ സാധ്യതയുണ്ട്. ഒരു 2-3-4 കഷ്ണം തേങ്ങാക്കൊത്ത് എടുക്കുക. ആദ്യം കുക്കർ അടുപ്പത്ത് വയ്ക്കുക. അപ്പോൾ ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് നല്ല ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ കാണിക്കുന്ന സ്പൂണിന് 3 സ്പൂൺ ഒഴിക്കാം. നല്ലപോലെ എണ്ണയ്ക്കകത്ത് മുരിഞ്ഞ് നല്ലതായിട്ട് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2.5 എണ്ണ കുറച്ച് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു 2-2.5 സ്പൂണ് എണ്ണ മതി. ഞാൻ എടുക്കുന്ന സ്പൂണിന് എടുത്താൽ മതി. അല്ലെങ്കിൽ 3 സ്പൂൺ എടുത്തു. ഞാനിവിടെ 3 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ 2-2.5 ആയാലും കുഴപ്പമില്ല. എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം സവാളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കുക. അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി നമ്മൾ വല്ലാതെ പുരൂരാന്നരിയണ്ട, 2-4 ആയിട്ട് കീറിയാൽ മതി ഉള്ളി. അപ്പോൾ അതിടുക അടുത്തതായിട്ട്. ഞാൻ ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. അത് ഒരു ഇടത്തരം വെളുത്തുള്ളി കൊണ്ട് ഒരു 5-8 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് നന്നായി ഇളക്കുക. നന്നായി വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ചെറുതായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന 2 പീസ് ഇഞ്ചി ചെറുതായിട്ട് പൊടിയായിട്ട് നുറുക്കിയിരിക്കുന്നതാണ്, അത് ചേർക്കാവുന്നതാണ്. അടുത്തതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് വഴന്നവർ നല്ല യോജിപ്പിലായി എല്ലാവരും കൂടെ.
ഇതായിട്ട് അതിൽ കാണിച്ചിരിക്കുന്ന പോലെ ആ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. ആ സ്പൂണ് നിറയെ ഇടാം മഞ്ഞൾപ്പൊടി. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് പാത്രത്തിലെടുത്ത് വെവ്വേറെ വെച്ച് കാണിച്ചു തരുന്നതാണ്. ആ അളവ് നോക്കിയിട്ട് കുപ്പിക്കകത്ത് നേരിട്ട് സ്പൂൺ കൊണ്ട് അളവ് അനുസരിച്ച് ഇടാനും കുഴപ്പമില്ല. അപ്പോൾ എളുപ്പമുണ്ട്. ഇപ്പം നിങ്ങൾ കാണിക്കേണ്ടതായതുകൊണ്ടാണ് ഞാൻ പാത്രത്തിൻ്റെ അകത്ത് ആക്കിയിട്ട് പ്രത്യേകം കാണിക്കുന്നത്. ഇനി അത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി ഇടാം. അതൊരു 3 സ്പൂണ്. ആ സ്പൂണിന് വലിയ സ്പൂണിന് 3 സ്പൂണും മല്ലിപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് നന്നായി വഴറ്റാം. അടുത്തതായിട്ട് മുളക് പൊടി ചേർക്കുന്നത്, അത് കശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അത് വലിയ 4 സ്പൂണ്. ആ സ്പൂണിന് ഇപ്പം ഞാൻ കാണിക്കുന്ന ആ സ്പൂണിന് നിറച്ചും എടുക്കുക. അപ്പോൾ ആവശ്യത്തിന് എരിവുണ്ടാവും. ഞങ്ങൾ എരിവ് കുറവ് ഉപയോഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് കശ്മീരി മുളക് മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ. അല്ല എരിവ് കൂടുതൽ വേണം എന്ന ആഗ്രഹമുള്ളവർ 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും അല്ലാതെ 3 സ്പൂണ് എരിവ് കുറഞ്ഞ കശ്മീരി മുളക് പൊടിയും വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ കളറും കിട്ടും, അത്യാവശ്യം എരിവുമായി. പിന്നെ കുരുമുളക് ഞാൻ വേറെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കത് മതി. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് മറ്റേ എരിവുള്ള മുളക് പൊടിയും 1 സ്പൂണ് ഇടാം. അടുത്തതായിട്ട് ഗരം മസാലയാണ് ചേർക്കുന്നത്. ഗരം മസാല ഞാൻ ഇവിടെ മേടിച്ച് സ്വന്തമായി പൊടിച്ചതാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ പാക്കറ്റിൽ കിട്ടുന്ന പൊടി എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് ഞാൻ പൊടിച്ച് വയ്ക്കുന്നത്. മല്ലി അതേ അങ്ങനെയാണ്, സ്വന്തമായിട്ട് നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മല്ലിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ നല്ല മണവും ഗുണവും ഉണ്ടാവും. അതാണ് നല്ലത് എപ്പോഴും നമ്മൾ പാക്കറ്റ് മേടിക്കുന്നതിലും. മുളക് പൊടി മാത്രം ഞാൻ മില്ലിൽ പൊടിക്കുന്ന പൊടി മേടിക്കും. മില്ലുകളിൽ പൊടി മേടിക്കാൻ കിട്ടും, അത് മേടിക്കും. അല്ലാതെ പാക്കറ്റുകളിൽ വലിയ പരസ്യമുള്ള പൊടികളൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. മഞ്ഞളും ഒക്കെ അതുപോലെ ഞാൻ ഒന്നെങ്കിൽ നമ്മൾ സ്വന്തമായി പൊടിച്ചെടുക്കും, അല്ലെങ്കിൽ മില്ലുകളിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇത് ഗരം മസാല ഞാൻ സ്വന്തമായിട്ട് പൊടിച്ചതാണ്, വീട്ടിൽ പൊടിച്ചതാണ്. അപ്പോൾ അതിനകത്ത് ഞാനൊരു ജാതിക്കായും ഒരു 60 രൂപയുടെ ഒരു വലിയ പാക്കറ്റ് മേടിച്ച് നമ്മൾ പൊടിക്കുവാണെങ്കിൽ അതിനകത്തോട്ട് ഒരു ജാതിക്കായും അതിൻ്റെ പത്രികയും ഇടും. അതിൻ്റെ ജാതി പത്രിക ഇടും. അപ്പോൾ അങ്ങനെയാണ് അത് പൊടിച്ചെടുക്കുന്നത്. വരെയുള്ള പൊടികളെല്ലാം ചേർത്തു. ഇനി കുരുമുളകും കൂടി ചേർക്കാനുള്ളത് നമുക്ക്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അപ്പോൾ കുരുമുളക് ഞാൻ 1 സ്പൂണും കുരുമുളക് എടുത്തിരിക്കുന്നത്. കുരുമുളകും ഉപ്പും ഇട്ട് നന്നായി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ മസാല തയ്യാറായി. 2 സ്പൂൺ ഉപ്പ് എടുത്തിരിക്കുന്നത്. അത് ആ സ്പൂണിന് 2 സ്പൂൺ ഉപ്പ് ചിലപ്പം കുറവായി തോന്നുവാണെങ്കിൽ നമുക്ക് വെന്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് ഇളക്കാവുന്നതാണ്. ഇപ്പം ഞാൻ 2 സ്പൂൺ നിറച്ചും 2 സ്പൂൺ ഉപ്പ് ആണ് ആ അളവിലെടുത്തിരിക്കുന്നത്, ആ സ്പൂണിന്. ഇനി കഴുകി വാരി വെച്ചിരിക്കുന്ന ഇറച്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആ മസാലയ്ക്കായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ ഇറച്ചി കഴുകി വാരി വയ്ക്കുമ്പോൾ അതിനടിയിൽ രക്തം ചേർന്ന വെള്ളമൊക്കെ ഉണ്ടാവും. അതൊക്കെ കളഞ്ഞ് നല്ല നീറ്റായിട്ട് കഴുകി വാരിയെടുത്ത് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം, നല്ല ബോൾഡ് വാട്ടർ, നല്ല ചൂടുവെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായി ഒന്നുകൂടെ ഇളക്കുക. അങ്ങനെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി കുക്കർ അടച്ചു വയ്ക്കുക. ഇനി ഒരു 4 വിസിലാണ് ഞാൻ അടുപ്പിച്ചത്. 4 വിസിലടിച്ചിട്ട് നോക്കുമ്പോൾ പിന്നെയും കുറച്ചുകൂടി വേവാനുണ്ടായിരുന്നു. കാരണം ഇറച്ചി നല്ല വേവുള്ള ഇറച്ചിയായിരുന്നു. അപ്പോൾ നിങ്ങളത് നോക്കുക. ചില ഇറച്ചി നല്ല മൂത്ത ഇറച്ചിയായിരിക്കും, അപ്പോൾ വേവ് കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ ഒരു 3-4 വിസിലടിച്ച് കഴിഞ്ഞിട്ട് നോക്കുക, പാകം നോക്കുക. വെന്തില്ലെങ്കിൽ ആ സമയം ഉപ്പും നോക്കി, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കുക. വെന്തില്ലെങ്കിൽ 1 വിസിലൂടെ 1-2 വിസിൽ, എന്തോരം വേവാനുണ്ട്. ഒട്ടും വെന്തില്ലെങ്കിൽ 2 വിസിലൂടെ അടിക്കുക. അല്ല കുറച്ചുകൂടെ വെന്താൽ മതിയെങ്കിൽ 1 വിസിലടുപ്പിക്കുക. അങ്ങനെ 5-6 വിസിൽ കൊണ്ട് നല്ലതായിട്ട് വെന്ത് പാകമാവും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്,
ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ ഇതെല്ലാം വഴറ്റാൻ ഉപയോഗിക്കാവുള്ളൂ. പിന്നെ ഇൻഡക്ഷൻ കുക്കറിലും ഉപയോഗിക്കാവുന്ന കുക്കറാണ് അത് ഞാൻ ഉപയോഗിക്കുന്നത്. ഗ്യാസിലും വയ്ക്കാം, ഇൻഡക്ഷൻ കുക്കറിലും വയ്ക്കാം. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ വയ്ക്കണമെങ്കിൽ ലോ ഇതിൽ ഇട്ടിട്ടേ ചെയ്യാവൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അങ്ങനെ 6 വിസിലടിച്ചു. ശകലൂടെ ഉപ്പ് വേണ്ടി വന്നു, ഒരു ശകലം ഉപ്പും കൂടെ ചേർത്തു. അങ്ങനെ അടിപൊളി ഒരു ബീഫ് കറി റെഡിയായി. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിനും ഒക്കെ വയ്ക്കാൻ പറ്റുന്നതാണ്. അധികം പാത്രങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ട, ഒരു കുക്കറിൽ തന്നെ വഴറ്റി അതിനകത്ത് തന്നെ ചെയ്യാവുന്ന സംഗതികളേ ഉള്ളൂ. പിന്നെ ഞാൻ പൊടികളൊക്കെ സെപ്പറേറ്റ് പാത്രത്തിലെടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എളുപ്പത്തിനാണ്. അത് നിങ്ങൾക്ക് കുപ്പികളിൽ നിന്നോ എങ്ങനെയാണെങ്കിൽ അളവനുസരിച്ച്, ആ സ്പൂണിൻ്റെ അളവനുസരിച്ച് നോക്കി എടുത്ത് നേരിട്ടിടാവുന്നതാണ്, കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ പുതിയൊരു ചാനലാണ് പിയാസ് കിച്ചൻ. നിങ്ങളെല്ലാവരും, ചില കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ട്, എന്നാലും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാം ചെയ്ത് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം.